ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ടെക്കി ബ്രോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പേഴ്സണൽ ഫൈനാൻസിങ്ങിൽ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഇൻവെസ്റ്റിംഗ്, എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കും തന്നെ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പൈസ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. ആ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്ലസ് ഒരു പ്രോഫിറ്റ് കൂടെ ജനറേറ്റ് ആയി കിട്ടും. ഇതിനാണ് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, വെൽത്ത് ക്രിയേഷൻ, എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട്, ആ ഒരു രീതിയിൽ. രണ്ടാമത്തത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇൻഫ്ലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം. അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 7% ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അനൗൺസ്ഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. അപ്പോൾ ഒരു 7 മുതൽ 10% ഇടയിലായിരിക്കും ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു 1000 രൂപയുടെ സാധനം ഈ വർഷം മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ അടുത്ത വർഷം ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 7% കൂടിയിട്ടുണ്ടാവും. അതായത് 1000 എന്നുള്ളത് 1070 രൂപ അറൗണ്ട് ആയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനാണ് ബേസിക്കലി നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു 1000 രൂപ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം ആകുമ്പോൾ ആ 1000 രൂപ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയ 1% മറ്റോ ഒരു ചെറിയ ഇൻട്രസ്റ്റോ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ 1000 രൂപക്ക് നിങ്ങൾ ഇക്കൊല്ലം വാങ്ങാൻ വിചാരിച്ചിരുന്ന സാധനം അടുത്ത വർഷം കിട്ടില്ല. കാരണം ആ സാധനത്തിൻ്റെ മൂല്യം കൂടി, അഥവാ നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ മൂല്യം കുറഞ്ഞു. അപ്പോൾ ഈ ഒരു മൂല്യത്തിലുള്ള കുറവ് നികത്താൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിൽ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് FD RD ആണ്. അപ്പോൾ FD നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളൊരു നിശ്ചിത എമൗണ്ട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, FD ആയിട്ട് എടുക്കുന്നു. അതിന് നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവലി ഒക്കെ റിട്ടേൺസ് ജനറേറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6% മുതൽ 8% വരെയാണ് വരുന്നത്. അത് ഓരോ ബാങ്കിനെ അനുസരിച്ചിട്ടും നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടെന്യൂറിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരും. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് RDയിലേക്കും വരുന്നത്. പക്ഷേ RDയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പകരം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ SIP എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ അല്ലെങ്കിൽ ഡെയിലി ബേസിൽ വരെ RDs ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി പീരിയഡ് ഉണ്ടാവും. ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 5 കൊല്ലമായിരിക്കും. ആ ഒരു പീരിയഡ് കഴിയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഞാൻ FDയോ RDയിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ എന്നോട് FD ആണോ RD ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സെയിം എമൗണ്ടിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഐ തിങ്ക് RD ആണ് ബെറ്റർ. കാരണം കോമ്പൗണ്ടിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് RDയിലാണ് നടക്കുന്നത്. ഇനി ഈ RDയുടെയും FDയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് ഇല്ല. അതായത് നിങ്ങൾ ഇട്ട പൈസ അവിടെ തന്നെ ഉണ്ടാവും, അതിലൊരിക്കലും ഒരു കുറവ് വരില്ല. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞു ഏകദേശം 6% മുതൽ 8% വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. ഈ മുമ്പ് പറഞ്ഞ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 7%. സോ നിങ്ങൾ ബാർലി ബീറ്റിംഗ് ദി ഇൻഫ്ലേഷൻ. അപ്പോൾ FDI RDI നമുക്കൊരിക്കലും ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് സംഹൗ ഇറ്റ് ബീറ്റ്സ് ഇൻഫ്ലേഷൻ. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിറ്റ് ഫണ്ട്സ് ആണ്, അഥവാ ചിട്ടികൾ. നിങ്ങൾ ഒരുപാട് പേര് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് ചിട്ടി നടത്തുന്നവരുണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിൽ ഫാമിലി സർക്കിളിലോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ ആയിട്ട് ഒരുപാട് ഈ ഒരു മാസത്തവണ ചിട്ടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിട്ടിയുടെ ബേസിക് വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ചിട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേര് മാസം 10,000 രൂപ വെച്ചിട്ടിടും. അതിൽ വിളിച്ചെടുക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് എല്ലാ മാസവും 1 ലക്ഷം രൂപ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 2 പേർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ വിളിച്ചെടുക്കും. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 1000 രൂപയിൽ നിന്നാണ് വിളി തുടങ്ങുന്നത്. 1000, 2000 ആയി, 3000 ആയി, 5000 ഉറപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5000 ഒഴിച്ച് ബാലൻസ് എമൗണ്ട് 95,000 രൂപയായിരിക്കും ആ വിളിച്ചെടുത്ത ആൾക്ക് കിട്ടുന്നത്. ഈ ബാലൻസ് വന്ന 5000-ൽ നിന്ന്
ഈ ചിട്ടി നടത്തുന്ന ഒരാൾക്ക് ഒരു കമ്മീഷൻ ഉണ്ടാവും. അത് ഏകദേശം ഒരു 3 മുതൽ 5% വരെയാണ് യൂഷ്വലി വരാറുള്ളത്. അതിനുശേഷം ബാലൻസ് എമൗണ്ട് ഈ ചിട്ടിയിലുള്ള 10 പേർക്കും കൂടെ വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് ചിട്ടിയുടെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്രണ്ട്സുകൾക്കിടയിലൊക്കെ നടക്കുന്ന ചിട്ടിയിൽ പലപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഈ ചിട്ടികളിലൊന്നും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാറില്ല. നമുക്കൊരു ലംസമായിട്ട് നമ്മൾ തവണകളായിട്ട് അടക്കുന്ന പൈസ ലംസമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നല്ലാതെ നമുക്കിതിലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ട് ചിറ്റ് ഫണ്ടുകൾ നടത്തുന്നവരുണ്ട്. അതായത് KSFക്ക് അതിനൊരു എക്സാമ്പിളാണ്. അവരുടെയൊക്കെ ഒരു മെത്തേഡാണ് ഞാൻ മുമ്പ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്.